നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എൻ്റെ പപ്പായിലൂടെ പ്രവർത്തിച്ച ആ ഒരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പിതാവ് വീട്ടിൽ കുറച്ച് ആടൊക്കെ ഉണ്ട്. അതിന് തീറ്റ വെട്ടാനായിട്ട് കയറി. ഒരു 15 അടി പൊക്കത്തിൽ നിന്നും എൻ്റെ പിതാവ് താഴെ വീണു. സ്പൈനലിനൊരു പൊട്ടലുണ്ടായി. എന്നാൽ കാര്യമായൊരു പൊട്ടലായിട്ട് ഡോക്ടർ പറഞ്ഞില്ല. വിശ്രമിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് സോഡിയം കുറയുകയും തുടർന്ന് അവിടുത്തെ തന്നെ പ്രാദേശിക ആശുപത്രി പ്രവേശിപ്പിക്കുകയും ചികിത്സകൾ നടക്കുകയും ചെയ്തു. ഒരാഴ്ചയോളം അങ്ങനെ ആശുപത്രിയിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പപ്പയ്ക്ക് കൈക്ക് ഭയങ്കരമായ ഒരു വിറയൽ പോലെ അനുഭവപ്പെട്ടു. എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇവിടെ കോലഞ്ചേരി ആശുപത്രിയിൽ കൊണ്ടുവന്നു. പപ്പയ്ക്ക് ഒരു MRI ചെയ്യുകയുണ്ടായി. ആ MRIയുടെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തലച്ചോറിന് ഗുരുതരമായ പരുക്ക് സംഭവിച്ച ഒരു രീതിയിലാണ് എൻ്റെ പപ്പനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. തലച്ചോറിന് ഗുരുതരമായ പരുക്കുള്ളത് കൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്തെ മസിലുകളെല്ലാം വളരെ ദുർബലപ്പെട്ടു പോവുകയും സംസാരിക്കാൻ കഴിയാതെ വരികയും ഭക്ഷണം ഇറക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് 11 ദിവസം അവിടുത്തെ ക്രിട്ടിക്കൽ കെയർ ICUവിൽ തുടരുകയുണ്ടായി. ഓരോ ദിവസവും ഡോക്ടർ രാവിലെ വന്ന് റിപ്പോർട്ട് പറയുമ്പോഴും ഒരു മാറ്റവും ഇല്ല. ആളെ ജീവനോടെ കിട്ടത്തില്ല എന്ന് തന്നെ ഞങ്ങളോട് തീർത്ത് പറഞ്ഞു. ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പപ്പയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ന്യൂമോണിയ, കഫക്കെട്ട് ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 10 ദിവസം മാത്രമേ ഇയാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ, ന്യൂമോണിയ ആയിരിക്കും മരണകാരണമായിട്ട് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. കൂട്ടായ്മയിൽ നിന്ന് ആളുകൾ വന്നു, നിരന്തരമായിട്ട് വചനം പറഞ്ഞു. എന്നാലൊന്നും എൻ്റെ മനസ്സിൽ എൻ്റെ പപ്പ 10 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂല്ലോ. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ദൈവമേ, ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പപ്പയെ ഞങ്ങളിൽ നിന്ന് മാറ്റുവാണല്ലോ ദൈവമേ എന്നും കരുതി ഞാൻ ഒത്തിരിയും സങ്കടപ്പെട്ട ദിവസങ്ങൾ. ഞാൻ വളരെയധികം, എൻ്റെ മമ്മി നിരന്തരം വചനം വായിക്കുമ്പോഴെല്ലാം കിട്ടുന്ന ഓരോ വാക്യങ്ങളും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പറയും, മോനെ പപ്പ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടില്ല മോനെ. എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ല വചനം, പക്ഷെ അതൊന്നും എൻ്റെ ചെവി കേട്ടില്ല. ഡോക്ടറുടെ അടുത്ത് ഈ റിസൾട്ട് കേൾക്കാനിരുന്ന സമയത്തും ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ എൻ്റെ കൂടപ്പിറപ്പുകളോട് ഞാൻ ഈ വിവരം ഒന്ന് പറയും, എൻ്റെ മമ്മിയോട് എങ്ങനെ ഞാൻ ഈ വിവരം ഒന്ന് പറയും എന്ന അതീവ സങ്കടത്തോടെയാണ് ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഡോക്ടർ ഈ വിവരങ്ങളെല്ലാം പറയുമ്പോഴും എൻ്റെ മമ്മി അതീവ പ്രത്യാശയിലിരിക്കുന്ന ഞാൻ കണ്ടു. എൻ്റെ മമ്മി നിരന്തരം വചനം വായിച്ചതുകൊണ്ടാണ് എൻ്റെ മമ്മിക്ക് അത്രയും വലിയൊരു പ്രത്യാശ കിട്ടിയത്. ഡോക്ടർ ഈ മമ്മി ഇങ്ങനെ പറയുമ്പോൾ പോലും ഡോക്ടർ ഒരു ചിരിയാൽ, ഈ ചേച്ചിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഡോക്ടർ അന്ന് ചിരിച്ചത്. കാരണം മാറ്റപ്പെടുമെന്നുള്ളത് തീർച്ചയായും ഒരു ഡോക്ടറോടല്ല, ഒരുപാട് ഡോക്ടർമാരോട് നമ്മളിത് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവരെല്ലാം പറഞ്ഞു ആ കുടുംബത്തിന് വലിയ പ്രത്യാശ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഒരു പാലിയേറ്റീവ് കെയറിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തുടർന്നുള്ള കാലങ്ങളെല്ലാം ഈ പാലിയേറ്റീവ് കെയറിലായിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ പിതാവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് എൻ്റെ ദൈവം കാണിച്ചു തന്നു. ഇതിലും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിലില്ല. ഞങ്ങളെ അനാഥരായി വിടാൻ അനുവദിക്കാതെ എൻ്റെ ദൈവം ഇത്രയും കരുണയിൽ ഞങ്ങളോട് മനസ്സലിഞ്ഞു. ഞങ്ങളുടെ പാവങ്ങൾ കണക്കിടാതെ ഞങ്ങളോട് മനസ്സലിഞ്ഞൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇനിയും തുടർന്നുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു.